സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉദ്യോഗസ്ഥ വീഴ്ച സമ്മതിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 2019 സ്വർണ്ണപ്പാളി സ്പോൺസർക്ക് കൈമാറുന്നതിൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായി എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ശബരിമലയിലെ വിവാദങ്ങളിൽ CBI അന്വേഷണം വേണം എന്നാണ് UDFന്റെ ആവശ്യം. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഹൈക്കോടതി ചോദ്യത്തിന് ദേവസ്വം ബോർഡിന്റെ കയ്യിൽ ഉത്തരമില്ല. പിന്നെന്തിനാണ് 2019 2025 ദ്വാരപാലക സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടത് എന്ന് ചോദിച്ചാൽ ഉദ്യോഗസ്ഥതല വീഴ്ച എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മറുപടി. സ്ട്രോങ് റൂമിലെ കണക്കുകൾ കൃത്യമെന്നും PS പ്രശാന്ത്. കൊടുത്തുവിട്ട കാര്യത്തിലായാലും ഒരിക്കലും അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ പാടില്ലായിരുന്നു. തർക്കമില്ല കാര്യത്തിൽ. കൊടുത്തുവിട്ടതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. സ്വയം കുഴിച്ച കുഴിയിൽ അദ്ദേഹം നിന്ന് വീഴുന്ന കാഴ്ചയാണ് കാണുന്നത്. അദ്ദേഹം ഏതാണ്ട് തീരുമാനമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്പോൺസറെ പഴിചാരി വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ദേവസ്വം ബോർഡിനാവില്ല. ശബരിമല വിവാദം രാഷ്ട്രീയായുധമാക്കാനാണ് UDF നീക്കം. CBI അന്വേഷണം വേണമെന്നാണ് UDF കൺവീനർ അടൂർ പ്രകാശിന്റെ നിലപാട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നത് ഇത് ഒരു CBI അന്വേഷണത്തിന് തന്നെ വിട്ടുകൊടുക്കേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ കണ്ട് ഇവിടുത്തെ കേരളത്തിലെ പോലീസ് അന്വേഷണം നടത്തിയാൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ പേരിൽ ഈ കുറ്റം ചുമത്തിയിട്ട് അവർ രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കിയെടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അയ്യപ്പന്റെ പണമെടുത്തവർ ഒരു കാലത്തും ഗതി പിടിക്കില്ലെന്ന് K മുരളീധരൻ. ഗൂഢാലു നിലക്ക് സ്വർണം കട്ടിട്ട് 4 കിലോ കട്ടിട്ട് എന്ത് ഗൂഢാലോനാ? കട്ടി കീശയിലാക്കി ദൈവത്തിൻ്റെ പണം. ഒരു കാര്യം ഞാൻ പറയുന്നുള്ളൂ, അയ്യപ്പൻ്റെ സ്വത്ത് തൊട്ടവരാരും ഗതി പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യം കക്കുന്നവരോർക്കണം. അത്രേ പറയുള്ളൂ. ഒരു കാരണവശാലും ഈ കള്ളന്മാർ രക്ഷപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ ചോദ്യം ചെയ്യും. ഈ മാസം 27 വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചേക്കും. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.